ചൈനയുടെ ഭീഷണി നേരിടാൻ മാലദ്വീപിന് സമീപം 2 നാവികത്താവളങ്ങൾ ഇന്ത്യ തയ്യാറാക്കുന്നു. ലക്ഷദ്വീപിലെ നാവികത്താവള നിർമ്മാണത്തിൽ ചൈന അസ്വസ്ഥരാണെന്നറിയുമ്പോൾ പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പി ജെയിംസ്, പറയൂ മാലദ്വീപിലെ. ഈ മാലദ്വീപ് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഇന്ത്യയുടെ സ്വന്തമായിരുന്ന മാലദ്വീപ് ഇപ്പോൾ ചൈനയുടെ സ്വന്തമായി മാറിയിരിക്കുന്നു. ചൈനീസ് ചാരക്കപ്പൽ അവിടെ വരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വല്ലാത്ത സ്വാധീനത്തിന് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ലക്ഷദ്വീപിൽ 2 നാവികത്താവളങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് മാത്രമല്ല, അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി അടുത്ത മാസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് തുറന്നു കൊടുക്കും. സ്വാഭാവികമായിട്ട് അത് ചൈന അസ്വസ്ഥരാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാലദ്വീപിൽ നിന്ന് 500 കിലോമീറ്റർ മാത്രം മാറിയാണ് ലക്ഷദ്വീപ് ഉള്ളത്. ലക്ഷദ്വീപിൽ കഴിഞ്ഞ ദിവസം ടൂറിസം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി പോയപ്പോൾ തന്നെ വല്ലാത്ത ചർച്ചകൾ നടന്നതാണ്. എന്തായാലും മാലദ്വീപിന് സമീപം ഇന്ത്യയുടെ 2 നാവികത്താവളങ്ങൾ വരുന്നു. അത് പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് മേധാവിത്വത്തെ തടയാൻ തന്നെയാണ് എന്നുള്ള പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത്. ചൈന വളരെ അസ്വസ്ഥരാണ്. മാലദ്വീപ് ഇപ്പോഴും ചൈനയുടെ ചാരക്കപ്പൽ അവിടെ വരുന്നതിന് എല്ലാവിധ പിന്തുണയുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീലങ്ക പക്ഷേ നിലപാട് മാറ്റിയിരിക്കുന്നു. ശ്രീലങ്ക ചൈനീസ് ചാരക്കപ്പലിന് അനുമതി നിഷേധിച്ചു. ഇന്ത്യയുടെ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെല്ലുന്നത് ശ്രീലങ്കയിലേക്കാണ്. മാലദ്വീപിൻ്റെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സഞ്ചാരികൾ എത്തിയതാണ്. ഈ പ്രശ്നത്തെ തുടർന്ന് 5ാം സ്ഥാനത്തേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു. ചൈനീസ് സഞ്ചാരികൾ കൂടിയിരിക്കുന്നു. അപ്പോൾ ചൈനയും ഇന്ത്യയും വിനോദസഞ്ചാരികളുടെ കാര്യത്തിൽ കൂടി രാഷ്ട്രീയം കലർത്തിയിരിക്കുകയാണ്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും മാലദ്വീപ് വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ജെയിംസേ, നമുക്കൊക്കെ ആവേശം പകരുന്നൊരു വാർത്ത ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നല്ലോ. അതായത് 60 വയസ്സിൽ തികയുന്ന വേളയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അത് പ്രധാനപ്പെട്ടൊരു വാർത്തയാണ്. ഇന്നലെ വാലന്റൈൻസ് ഡേ ആയിരുന്നു. വാലന്റൈൻസ് ഡേയിലാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് 60 വയസ്സ് കഴിഞ്ഞു. ആൻ്റണി ലെബനീസ് അദ്ദേഹം ഹെയ്ഡൻ എന്ന തൻ്റെ കാമുകിയെ വിവാഹം കഴിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി അധികാരത്തിലിരിക്കുമ്പോൾ താൻ വിവാഹം കഴിക്കുകയാണെന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. ഒരുപക്ഷെ യുദ്ധത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ, എന്നും യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം അതായിരിക്കും. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഇന്നലെ പാർലമെൻറ്റിൽ വലിയ ചർച്ച നടന്നത് ജൂലിയൻ അസാഞ്ചെ എന്ന വിക്കിലീക്സ് സ്ഥാപകനെ കുറിച്ചാണ്. ഓസ്ട്രേലിയൻ പാർലമെൻറ്റ് ചർച്ച ചെയ്തത്. ആൻ്റണി ലെബനീസ് തന്നെ അക്കാര്യത്തിൽ അദ്ദേഹത്തെ വിട്ടയക്കണമെന്ന ആവശ്യം പാർലമെൻറ്റ് പാസ്സാക്കിയത് വലിയ ചരിത്രപരമായ സംഭവമാണ്. പ്രത്യേകിച്ച് അമേരിക്കയോടും UK യോടും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് ശരിയല്ല. 7 വർഷം അദ്ദേഹം ഇക്വഡോറിയൻ എംബസിയിൽ ലണ്ടനിൽ അഭയത്തിലായിരുന്നു. അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി UK കോടതിയിൽ ഇപ്പോൾ വിചാരണ നടക്കുകയാണ്. അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കണം. അമേരിക്കയ്ക്ക് കിട്ടിയാൽ അദ്ദേഹത്തിന് 175 വർഷത്തെ ശിക്ഷയാണ് അമേരിക്ക ഒരുക്കി വെച്ചിരിക്കുന്നത്. ചാരപ്രവർത്തനം നടത്തിയെന്നാണ്. കാരണം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ഇറാഖിലൊക്കെ നടത്തിയ എല്ലാ കാര്യങ്ങളും തുറന്നടിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ സ്വദേശിയായിട്ടുള്ള ജൂലിയൻ അസാഞ്ചെ. എന്തായാലും അസാഞ്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൻ്റണി ലെബനീസ് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ വാർത്ത. താങ്ക് യു പി ജെയിംസ്. ഇനി നമുക്ക് ഈ വിവാഹ